അപ്പൊ ശരിക്കും ഈ നവംബർ 1-ാം തീയതി കേരളത്തിന്റെ 61ാമത്തെ പിറന്നാളായിരിക്കും അല്ലേ? അതെ, 61. 1956 തൊട്ട് 2017 നിൽക്കുമ്പോൾ നമുക്ക് 61 വയസ്സ് തികയുന്ന കേരളമാണ്. അതെ അതെ അതെ. അപ്പോൾ ശരിക്കും കേരളത്തിന് പോലും 60 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പല പാലങ്ങൾക്കും 100 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതെ അതെ, അതൊരു വലിയ കാര്യം തന്നെയാണ്. ശരിക്കും പഴയ ചെറിയ ചെറിയ നാടുവാഴികളും അല്ലെങ്കിൽ അവരുടെ ഒരു ടെറിട്ടോറിയൽ ഇതായിരുന്നല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗാന്ധിജി സ്വപ്നം കണ്ട പോലത്തെ കുഞ്ഞു കുഞ്ഞു ഗ്രാമപഞ്ചായത്തുകളും എല്ലാം ഫങ്ഷൻ ചെയ്യുന്ന ശരിക്കും കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുടെ ഒരു ഹാർമണി, അവിടുത്തെ ആൾക്കാരുടെ കൾച്ചറും ഒക്കെ മനസ്സിലാക്കി അവിടുത്തെ ഒരു നാടുവാഴി ആ സ്ഥലത്തിന് വേണ്ടി ചെയ്യുന്ന ആ ഒരു വിഷൻ, അതെ ആ ഒരു വിഷൻ, ആ ഒരു കൈൻഡ് ഓഫ് ഒരു സിസ്റ്റം ഓഫ് ഗവർണൻസ്, അതിന് ഒരു ചെറിയ ഡിഫറൻസ് തന്നെ ഉണ്ടല്ലേ വീണ? തീർച്ചയായിട്ടും. അപ്പൊ അത് ആ ഒരു സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയും കൂടെയാണ് ഇത്തരം പാലങ്ങൾ തെളിയിക്കുന്നത് അല്ലേ? ആ സമയത്ത് അല്ലെങ്കിൽ പഴയ കാലമാണ്, ഒരുപാട് മോഡേൺ സൗകര്യങ്ങൾ നിലവിലില്ല. ഉള്ള പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇത്രയും മനോഹരമായ അല്ലെങ്കിൽ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പാലങ്ങൾ നിർമ്മിക്കുന്നത്. അത് ഇന്നും വളരെ ഈടുറ്റതായി തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ കാലഘട്ടത്തിലെ ഒരു കള്ളവുമില്ല ചതിയുമില്ല എന്ന് നമ്മൾ പണ്ട് പാടിയിരുന്നത് പോലെ യാതൊരു തരത്തിലുള്ള അഴിമതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളോ കാണിക്കാതെ പണിതുകൊണ്ട് മാത്രമായിരിക്കണം അത് ഇന്നും ഇത്രയും ഈടായിട്ട് നിലനിൽക്കുന്നത്. നമുക്ക് കണ്ടിട്ട് വരാം അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയ്. നമസ്കാരം. ലേഡീസ് അവറിലെ ഫെങ് ഷുയ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഫെങ് ഷുയ് സംബന്ധമായ ചൈനീസ് വാസ്തുവിദ്യാ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തേജസ് ഫെങ് ഷുയ് ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മൾ മിക്കവാറും വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്, സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുക. അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള സ്ഥലത്ത് മികച്ച ഒരു വീട് വയ്ക്കുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്ഥലം ലഭ്യമാകുന്നത് എന്ന് പറയുന്നത് ഏറ്റവും മികച്ച സ്ഥലമായിരിക്കണമെന്നില്ലല്ലോ. പല പരിമിതികളും പല പ്രശ്നങ്ങളും പലർക്കും ഉണ്ടാകാം. അപ്പോൾ ചില വീടുകൾ ഈ ശ്മശാനം അങ്ങനെയുള്ള കല്ലറകൾ അത്തരത്തിലുള്ള പ്രദേശങ്ങളുടെ അടുത്തും വീടുകൾ വയ്ക്കാൻ നിർബന്ധിതരാകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വീട് വയ്ക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഈ വീടുകൾക്കോ അല്ലെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുന്നവർക്കോ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇത്തരം കാര്യങ്ങളൊന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ വീട് വയ്ക്കുമ്പോൾ നമുക്ക് ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി കടന്നു വരുന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ശ്മശാനം ഇപ്പം പറഞ്ഞത് കറക്റ്റാണ്. കാരണം എപ്പോഴും ശ്മശാനം എന്ന് പറയുന്നത് ഇപ്പം ഹിന്ദുക്കളുടെ ആയിരുന്നാലും മുസ്ലിങ്ങളുടെ ക്രിസ്ത്യൻ്റെ ആയിരുന്നാലും ഒരു ബോഡി അടക്കം ചെയ്യുന്ന ഒരു സ്ഥലം ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉള്ള സ്ഥലമാണ്. അപ്പം അവിടുന്ന് നെഗറ്റീവ് നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരത്തുള്ളൂ. ഒന്നത്. രണ്ട്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പോലീസ് സ്റ്റേഷനാണെങ്കിൽ അതിലും നെഗറ്റീവ് എനർജിയാണ് വരുന്നത്. കാരണം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആരും കയറാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമല്ല അല്ലേ? ഒരു നെഗറ്റീവായിട്ടുള്ള, കാരണം അവിടെ ആരും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തെങ്കിലും ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളൊക്കെ ഇപ്പോഴും അല്ല, എന്നാലും ചുമ്മാ കുശലാന്വേഷണത്തിന് ആരും പോലീസ് സ്റ്റേഷനിൽ പോകാറില്ലല്ലോ. എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ. അപ്പം ആരും അത് ഇഷ്ടപ്പെടാത്തൊരിതാണ്. രണ്ട്, ഹോസ്പിറ്റലുകൾ. എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ പോകുള്ളൂ. അപ്പം നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഈ ഹോസ്പിറ്റൽ, മാർക്കറ്റ്, അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ, ഈ വലിയ ഹൈവേ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക്, ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടെങ്കിൽ, ശ്മശാനം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നെഗറ്റീവ് എഫക്റ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. വീടിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് സൈഡിലായിരുന്നാലും മതി. പക്ഷെ പ്രധാന വാതിലിൻ്റെ മുന്നിലാണ് ഏറ്റവും കൂടുതലായിട്ട് എഫക്റ്റ്. സൈഡിലോട്ടൊക്കെ അയക്കുന്ന വലുതായിട്ട് നമുക്കത് എഫക്റ്റ് ചെയ്യത്തില്ല. പ്രധാന വാതിലിൻ്റെ മുന്നിലാണെങ്കിൽ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യും. അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വീട് വയ്ക്കുമ്പോൾ നമുക്ക് ഗ്രാജ്വലി പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു നെഗറ്റീവ് എഫക്റ്റ് അവിടെ ഉണ്ടാവും. ആ ഒരു എഫക്റ്റ് നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുവാനുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ട്. റെമഡിയുണ്ട്, ഫെങ് ഷുയ് മുഖേന നമുക്കതിന് റെമഡിയുണ്ട്. അതിനകത്ത് മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ കൊടിമരം അല്ലെങ്കിൽ മുസ്ലിം പള്ളിയുടെ കുരിശ്, ക്രിസ്ത്യൻ പള്ളിയുടെ കുരിശ്, അല്ലെങ്കിൽ മുസ്ലിമുടെ മറ്റേ മിനാർ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത്
ഇത് ഉള്ള ഈ മൂന്നും നമ്മുടെ വീട്ടിൻ്റെ പ്രധാന വാതിലിൽ നിന്ന് കാണാൻ പറ്റിയാൽ അതിൽ നിന്ന് വരെ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലോട്ട് വരും എന്നാണ് പറയുക. 5 കിലോമീറ്ററിന് അപ്പുറം ഉള്ളത് വരെ നെഗറ്റീവ് എനർജി വരും. അപ്പം ഇത്തരം നെഗറ്റീവ് എനർജികൾ ബ്ലോക്ക് ചെയ്യുവാനാണ് നമ്മുടെ ഫെങ്ഷുയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട്, പക്വ മിറർ എന്ന് പറയുന്നൊരു മിറർ. അതായത് ആ പക്വ മിറർ സാറിന് ഞാൻ എല്ലാ വീടുകളിലും പോകുമ്പോൾ ഞാനത് യൂസ് ചെയ്യാൻ സമ്മതിക്കാറില്ല. കാരണം നമ്മൾ വീട്ടിലോട്ട് വരുന്ന എനർജി സ്പ്രെഡ് ചെയ്ത് പുറത്തോട്ട് കളയും. അങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വീട്ടിലോട്ട് അത് ബാധിക്കുവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് പക്വ മിറർ കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പറയാറില്ല. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വീടിൻ്റെ മുന്നിലൊരു ശ്മശാനമോ ഒരു പോലീസ് സ്റ്റേഷനോ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കോ അല്ലെങ്കിൽ ഹൈവേയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പക്വ മിറർ വീട്ടിൽ യൂസ് ചെയ്തേ പറ്റൂ. കാരണം അവിടുന്ന് വരുന്ന ആ ഒരു നെഗറ്റീവ് എനർജി റിഫ്ലക്റ്റ് ചെയ്യുവാൻ. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ആൻസർ കിട്ടിക്കഴിയും. കാരണം ശ്മശാനമാണെങ്കിൽ അവിടെ ഒരു പക്വ മിറർ വയ്ക്കുക, ആ നെഗറ്റീവ് എനർജി അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയൊക്കെ എങ്ങനെയാണ് നമ്മളെ വന്ന് ബാധിക്കുക? കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഒരു വല്ലാത്തൊരു വിമ്മിഷ്ടം കാണിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പം കഴിയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീട് പ്ലോട്ട് പുതിയതായിട്ട് സ്ഥലം വാങ്ങിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വാങ്ങിക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഓൾറെഡി വീട് വച്ച് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം എനിക്കൊരു അനുഭവമുണ്ട്. കാരണം ഇതിനെല്ലാത്തിലും എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ടാണ് ഞാനീ പറയുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം തൈക്കാട് ശാന്തി കവാടം അവിടെ ശ്മശാനമാണത്. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വീട്ടിൽ ഒരു 3-4 ആൾക്കാരുണ്ട്. അവർ എന്നെ വന്നൊരു കാണാനിടയായി. അവരെ വീട് പോയി നോക്കി. ഇപ്പോൾ അവരുടെ വീട്ടിൽ കംപ്ലീറ്റ് 2 നില ബിൽഡിങ്ങാണ്. പക്ഷേ ഒരു മതിൽ കഴിഞ്ഞാൽ അപ്പുറത്ത് എന്നും അവർക്ക് അവിടെ ഏതെങ്കിലും ഒരു ബോഡി ദഹിപ്പിക്കുന്നത് കാണാം. അതാണ് അവരെ കാണൽ തന്നെ അത്രയും വരുന്നത്. അപ്പോൾ ഇവർക്ക് ഇപ്പം നമ്മളൊക്കെ ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫുഡ് കഴിക്കാൻ പോലും പറ്റും. കാരണം ഇതിൻ്റെ സ്മെല്ല് വന്നാൽ നമുക്കതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ അവർക്കൊക്കെ അത് ശീലമായിപ്പോയി. അപ്പം ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ ഞങ്ങൾ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവിടെയുണ്ട്. അവർക്ക് വീട്ടിൽ ഒത്തിരി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. അവരെ വീട്ടിൽ ഇപ്പോൾ എന്താ പറയുക, വീട് വിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ കണ്ടു. അതും ഈ സെയിം ഒരു എഫക്റ്റാണ്. അതിന് തൊട്ട് മുന്നിൽ ഒരു ചെറിയൊരു ക്ഷേത്രം, അത് കഴിഞ്ഞാൽ ശ്മശാനം. ഈ രണ്ടിടത്തുനിന്നും നെഗറ്റീവ് എഫക്റ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ സാത്വികമായിട്ടുള്ള രീതിയിലുള്ള ഇതല്ല. ഈ രണ്ടിടത്തുനിന്നും നെഗറ്റീവ്, ഈ ചുടലമാടൻ എന്നൊക്കെ പറയുന്ന ഇതിലാണ് രണ്ടിടത്തും നെഗറ്റീവ് എനർജിയാണ് വീട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നത്. അതും സെയിം മിറർ വെച്ചിട്ടാണ് ഞങ്ങളതിന് പരിഹാരം നമ്മൾ ചെയ്ത്. ഈ മിറർ മാത്രമല്ല, ഏകദേശം ഒരു 3-4 അടി സ്ക്വയർ ആയിട്ടുള്ളൊരു മിറർ അവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് ആ എനർജി ഒന്ന് ഫിൽറ്റർ ചെയ്തപ്പോൾ ഇപ്പോൾ ഒത്തിരി നല്ല മാറ്റം അവർക്കുണ്ടായിട്ടുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് തൈക്കാടാണ് സംഭവം. അങ്ങനെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കിതിനകത്തുനിന്ന് ഈ കഴിഞ്ഞ 10-13 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കത് പഠിക്കുവാനും അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം ചെയ്തു കൊടുക്കുവാനുള്ള ഇത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു പ്ലോട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, നമ്മുടെ തുടക്കം തന്നെ അതായിരുന്നു അല്ലേ, പ്ലോട്ടിനെ കുറിച്ച്. ഈ ഒരു പ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ പ്ലോട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോലും ആരെങ്കിലും അറിയാവുന്ന ഒരാളെ കൊണ്ട് കാണിക്കുക. നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു കൺസൾട്ടൻറ്റിനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ആ ആൾ ആ പ്ലോട്ടിൽ വന്ന് കയറുമ്പം തന്നെ ഏതൊക്കെ ഭാഗത്തുനിന്ന് നെഗറ്റീവ് എനർജി വരുന്നുണ്ട് അവർക്ക് അറിയാൻ പറ്റും. ഇപ്പം ഞങ്ങളൊക്കെ ഒരു വീടുകളിൽ ചെന്ന് കയറുമ്പം തന്നെ അറിയാൻ പറ്റും, നിങ്ങളുടെ ഇന്ന വീട്ടിൽ ഇന്ന ഭാഗത്ത് എന്തോ ഉണ്ട്, അതെന്താണോ, അവിടെ ക്ഷേത്രമാണോ, അല്ലെങ്കിൽ കുരിയാലാണോ, തെക്കതാണോ, അല്ലെങ്കിൽ വല്ല വൃക്ഷങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൻ്റെ ഇന്ന ഭാഗത്ത് ഇന്നത് പ്രോബ്ലം ഇല്ലേ എന്ന് പറയാറുണ്ട്. അത് വൈബ്രേഷനിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ അറിയാവുന്നുള്ള ആരെങ്കിലും കൊണ്ട് കാണിച്ചതിന് ശേഷം മാത്രമേ പ്ലോട്ട് വാങ്ങുക പോലും ചെയ്യാൻ പാടുള്ളൂ. പ്ലോട്ടായിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിന് ആ ഭൂമിക്കടിയിലും പ്രശ്നങ്ങളുണ്ടാവാം. ഈ ശ്മശാനം എന്ന് പറയും പോലെ ആ ഭൂമിക്കടിയിലും പണ്ട് ആരെങ്കിലും അത് ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അടക്കം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് കിടക്കുന്ന അസ്ഥി പോലും അതിൽ നിന്ന് നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും. അതും നമുക്ക് വളരെ ദോഷമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പ്ലോട്ട്, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സമ്പാദ്യം കംപ്ലീറ്റ് നമ്മൾ പ്ലോട്ട് വാങ്ങി അതിൽ വീട് വയ്ക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവുമ്പോൾ ആ വീട് നമുക്ക് സൂട്ടബിൾ ആവണം. അതിന് ചെയ്യേണ്ട ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പ്ലോട്ട് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിന് പ്ലാൻ കറക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ബേസ്മെൻറ്റ് വീട് കുറ്റിയിടുമ്പോൾ പോലും ശ്രദ്ധിക്കുക, അതിൻ്റെ പുതിയതായിട്ട് കല്ലിടുന്ന ഭാഗം ശ്രദ്ധിക്കുക,
പ്രധാന വാതിൽ വയ്ക്കുന്നത് ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ല മാറ്റം നമുക്കതിൽ നിന്നുണ്ടാവും. നമുക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവും. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാനോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം എങ്ങോട്ടാണെന്ന് നോട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കുക. എന്നെ ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ വെഞ്ഞാറമൂട് എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേര ക്ഷേത്രത്തിൽ എല്ലാ ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഞാനവിടെ ഉണ്ടാവും. വിളിച്ചിട്ട് വരിക. നമസ്കാരം.